ടേസ്റ്റുള്ള കേക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. അതിനുവേണ്ടി നമുക്കൊരു 2 കപ്പ് ക്യാരറ്റ് ഈ സാധനത്തിൽ വെച്ച് ചിരണ്ടി എടുക്കാം. 2-3 ക്യാരറ്റ് ചിരണ്ടിയ 2 കപ്പ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ 2 കപ്പ് ക്യാരറ്റ് ഇതേപോലെ ചിരണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ മക്കളെ. ഇനി നമുക്ക് ഒരു ചട്ടിയിൽ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാര നമുക്ക് നന്നായിട്ടൊന്ന് കാരമലാക്കി എടുക്കാം. ഒരു ബ്രൗൺ കളറായി വരട്ടെ. അങ്ങനെ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് നല്ല കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണേ, മേത്ത് തെറിക്കുള്ള. അതുകൊണ്ടാണ് ശ്രദ്ധിക്കാൻ പറയുന്നത്. നമ്മൾ എണ്ണയിൽ വെള്ളം ഒഴിക്കണ പോലെയാണ് പഞ്ചസാര ഉരുക്കിയിട്ട് വെള്ളം ഒഴിക്കുന്നത്. ഇനി നമ്മുടെ പഞ്ചസാര പാനി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അതുവരെ നമുക്ക് കത്തിച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ പഞ്ചസാര പാനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നമ്മൾ ചിരണ്ടി വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ക്യാരറ്റിൻ്റെ ഒപ്പം കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. ക്യാരറ്റും പഞ്ചസാര പാനിയും മുന്തിരിയും പാടെ ഒന്ന് നന്നായിട്ട് കുറുകി വരട്ടെ കേട്ടോ മക്കളെ. ഈ മുന്തിരി ഇപ്പം എന്തിനാ ഇട്ടത് വെച്ചാൽ മുന്തിരിയും കൂടി ഇതിൻ്റെ കൂടെ കിടന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് കണ്ട മക്കളെ, ഈ രീതിയിൽ പഞ്ചസാര പാനി വറ്റിയാൽ മതി. ഇനിയും വറ്റുകയാണെങ്കിൽ കട്ടിയായി പോകും ചൂടാറുമ്പോൾ. ഇനി ഇറക്കി വെക്കാം നമുക്ക്. ഇനി നമുക്ക് ഈ വലിയ പാത്രത്തിൽ ഈ മൈദപ്പൊടി ഒന്ന് തരിച്ചെടുക്കാം. ഞാനിവിടെ 2 കപ്പ് മൈദപ്പൊടിയാണ് ഇടുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊക്കെ പാടൊന്ന് മിക്സാക്കിയിട്ട് അരിക്കാം. ഇത് നമുക്കിനി ഒരു 3-4 പ്രാവശ്യം തരിക്കണം. അപ്പോഴാണ് നമുക്ക് ബേക്കിംഗ് സോഡയും ഇതൊക്കെ പാടെ മിസ്സാവുള്ളൂ. നമ്മൾ കൈ കൊണ്ട് മിസ്സാക്കിയാൽ അതാവില്ല. അതുകൊണ്ടാണ് തരിച്ചിട്ട് മിസ്സാക്കുന്നത്. തരിക്കുമ്പോൾ എന്തുണ്ട് വെച്ചിട്ടാ എല്ലായിടത്തും അത് പെടും. ഇപ്പം ഞാനിത് 4 പ്രാവശ്യം തരിച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്കുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ ഇടുന്നത് 1 കപ്പ് പഞ്ചസാരയാണ്. അതിൻ്റെ കൂടെ ഒരു 6 ഗ്രാമ്പു. നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. ഇത് കണ്ടില്ലേ, നന്നായിട്ട് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടാ? ഇനി ഇതെവിടെ ഇരിക്കട്ടോ. ഇനി നമുക്ക് വെള്ളം നനവൊന്നും ഇല്ലാത്ത ഒരു ജാറിൽ ഒരു 4 കോഴിമുട്ട അടിച്ചൊഴിച്ചു കൊടുക്കാം. കോഴിമുട്ട എടുക്കുമ്പോൾ ഫ്രിഡ്ജിലൊന്നും വെച്ചതെടുക്കരുത്. പുറത്ത് വെച്ച് നല്ല തണുപ്പില്ലാത്ത കോഴിമുട്ട വേണം എടുക്കാൻ കേട്ടോ മക്കളെ. ഞാനിപ്പോൾ ഇതിൽ 4 കോഴിമുട്ട ഒഴിച്ചു. ഇനി നമുക്കിതിൽ 2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കിനി ഒരു 30 സെക്കൻഡ് നന്നായിട്ട് അടിച്ച് പതച്ച് കൊണ്ടുവരാം. ഇതേപോലെ നമ്മൾ മുട്ട അടിച്ച് പതച്ച് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിൽ 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിനി ഒന്നുകൂടി നന്നായിട്ട് അടിച്ച് കൊണ്ടുവരാം. ഇതേപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ അടിച്ചെടുത്ത മിക്സ് നമുക്ക് നേരത്തെ തണുക്കാൻ വെച്ച ക്യാരറ്റില്ല, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ക്യാരറ്റ് നന്നായിട്ട് ചൂടാറണം കേട്ടോ. ചൂടിലൊന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായിട്ടുണ്ട്. നമുക്കിനി ഇതിൽ കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മൈദപ്പൊടി കുറേശ്ശായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതിയേ. ഒന്നിച്ചിട്ട് കൊടുത്താൽ ചിലപ്പോൾ നമുക്ക് മിക്സാക്കാൻ പറ്റത്തില്ല, കട്ടയായി പോവും.
അതിന് നമ്മുടെ കേക്കിൻ്റെ മാവ് നന്നായിട്ട് ഇളക്കി മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ പാത്രത്തിൽ ലേശം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് പുരട്ടി കൊടുക്കാം. 4 സൈഡിലും പാത്രത്തിൻ്റെ സൈഡിലും പുരട്ടി കൊടുക്കുക. ഇത് നമുക്ക് ഈ പേപ്പർ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പറാണ്. ഇതിൻ്റെ മേലെയും കൂടി ലേശം എണ്ണ പുരട്ടി കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ മേലെ കേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഈ പാത്രത്തിൻ്റെ പകുതിക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കേക്കിൻ്റെ മാവ് നമ്മൾ കലക്കുമ്പോഴേ ഈ ഒരു കട്ടിയിലാണ് ഉണ്ടാവുക. കണ്ടില്ലേ? ഇനി നമുക്കിതൊന്ന് തട്ടിക്കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലെ 5-6 അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ക്യാരറ്റിലും ലേശം ഇതിലിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ മാവൊക്കെ സെറ്റാക്കി കേക്കിൻ്റെ പാത്രത്തിൽ വെച്ചൽ കഴിഞ്ഞു. ഞാനിപ്പോൾ മാവ് എടുത്തിട്ടുള്ളത് 10 ഇഞ്ച് കേക്ക് പാത്രത്തിൻ്റെ അളവിൽ ഒഴിക്കാനുള്ളതാണ്. ഇനി നിങ്ങളെ വീട്ടിൽ ചെറിയ പാത്രമാണെങ്കിൽ ഇതിൻ്റെ നേർ പകുതി എടുത്താൽ മതി. എല്ലാ സാധനത്തിലും പകുതി എടുക്കുക. ഇപ്പം നമ്മുടെ ഓവൻ വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഇനി നമ്മുടെ കേക്ക് തുറന്നിട്ട് മെല്ലെ ഇതിൽ ഇറക്കി വെക്കാം. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇത് ഇറക്കി വെക്കാം. ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കണേ, കയ്യിൽ പെടാതെ വേണം വെക്കാൻ. ഇനി നമുക്കിത് മൂടി വെക്കാം. നമുക്കിനി ഇത് 3/4 മണിക്കൂർ മീഡിയം തീ വെച്ച് കത്തിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞൊരു 15 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് കത്തിച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. മക്കളെ ഞാൻ പിന്നെയും പറയാണ്, 3/4 മണിക്കൂർ മീഡിയം തീയിലും 15 മിനിറ്റ് ഏറ്റവും കുറഞ്ഞ തീയിലും വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. നമുക്കിനി തുറന്നിട്ട് അയ്യവ നമ്മുടെ കേക്ക് സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ. എന്താ നമുക്കൊന്ന് കുത്തി നോക്കാം. കണ്ടില്ലേ? ഒരു നനവും ഇല്ല. ഒക്കെ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കുത്തി നോക്കുമ്പോൾ എന്താ ഇവിടെ ഒരു നനവ് വരും. അപ്പം വെന്തിട്ടില്ല. ഇതിൽ ഒട്ടിപ്പിടിച്ച് വരുള്ളൂ. ഇതിപ്പോൾ കണ്ടില്ല, ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. കണ്ട? ഇനി നമുക്കിത് എടുക്കാം. ഇത് നമുക്കൊന്ന് ചൂടാറിയിട്ട് എടുക്കാം കേട്ടോ. ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്കിനി കൈമ കൊട്ടിയിട്ട് പാത്രത്തിൽ വെക്കാം. ചൂടാറി പറഞ്ഞാൽ നല്ല ആറിയിട്ടില്ല കേട്ടോ. ഇപ്പം നമ്മുടെ കേക്ക് റെഡിയായി. കണ്ടില്ലേ? നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ. 4 വശത്തും കണ്ടില്ലേ? 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 നമ്മുടെ ക്യാരറ്റ് കേക്ക് നല്ല പിസ്പിസുക്കുന്നിരിക്കുന്നു. കണ്ടോ മക്കളെ? ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ആർക്കും നല്ല സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കാണ്. ഇപ്പം ക്രിസ്മസ് ഒക്കെ വരികയല്ലേ, എല്ലാവരും ഉണ്ടാക്കി വെക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.